ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ചിന്ത മാമോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എനിക്ക് ഇച്ചിരി സുഖക്കേടൊക്കെയാണ്. എന്നാന്നത്തില്ല, രണ്ട് സൈഡിനും പുറത്തിന് ഭയങ്കര വേദന. ഈ ഒരു സൈഡ് ഫുള്ളായിരുന്നു നേരത്തെ വേദന, ഈ സൈഡ് വേദനയുണ്ട്. പക്ഷേ രണ്ട് വശത്തും പുറത്ത് നമ്മുടെ വാരിയലിൻ്റെ ഒരു സൈഡില്ലേ, രണ്ട് വശത്തും ഭയങ്കര വേദന. അപ്പം 3-4 ദിവസമായിട്ട് മിഷനിലൊന്ന് കയറാൻ പോകണമെന്ന് ഓർക്കുന്നത്. ഇന്നലെ സന്തോഷിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് തിരിച്ചു വരുമ്പോൾ കയറാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയി. പക്ഷേ അവിടെ ആളായിരുന്നു, തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു. ഇപ്പം രാവിലെ ചേട്ടായി പോയിട്ട് ചെന്നിട്ട് വിളിച്ചു, എടി ആളില്ല വായോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ പോകാമെന്ന് ഓർത്താണ്. അവിടെ പോകുമ്പോൾ നമുക്കൊരു കുപ്പി വെള്ളം കൊണ്ടുപോയാൽ മതി. പിന്നെ ബെഡ്ഷീറ്റ് ചേട്ടാൻ അവിടെ ഉണ്ടല്ലോ, അപ്പം ആ ഷീറ്റൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാൻ പോയിട്ടൊക്കെ വരാം. വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ. നല്ല വേദന കേട്ടോ. എനിക്ക് എന്തെങ്കിലും മനസ്സിന് ചെറിയ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ വന്നാൽ എനിക്ക് ശരീരത്തിന് വേദനയാവും. എനിക്ക് എന്നാ വിഷമമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്തൊക്കെയോ ഒരു സംതിങ്. അപ്പം പെട്ടെന്ന് വേദനയൊക്കെ മാറട്ടെ. ആ മിഷനെ കയറിയപ്പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരിക്കും. നടുവിൻ്റെ ആ വലിയ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി കുഴപ്പമില്ലായിരിക്കും. തൊഴിലുറപ്പൊക്കെ പോയിട്ടാണെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ 2-3 ദിവസം കൊണ്ട് ഇപ്പം ഞാൻ ആ യാത്രയും കഴിഞ്ഞു വന്ന് ഇച്ചിരി കൂടുതൽ പണി ചെയ്തു. പുറവശവും മിറ്റവും അവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി, അങ്ങനെ കുറേ പണിയും. പിന്നെ തുണി തേക്കിച്ച് നല്ലൊരു പണിയാണ് അത്. ഈ പ്രശ്നം നട്ടലിന് പ്രശ്നം 2-3 മണിക്കൂർ അടുപ്പിച്ച് നിന്ന് ചെയ്യുമ്പോഴത്തേനെ അതൊക്കെ കൊണ്ടാന്ന് തോന്നും. എന്തായാലും നമുക്ക് പോയി മിഷനൊക്കെ കയറാം. കഴിയുമ്പോൾ മാറിക്കോളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല ഇന്നലെ പോയി സന്തോഷിൻ്റെ അവിടെയൊക്കെ പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് മൂക്കിനും ഈ ഈസ്നോഫീലിയയുടെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ് രാവിലെ ആയതുകൊണ്ട് കേട്ടോ. അതാ സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. അപ്പം സന്തോഷിൻ്റെ അവിടെ പോയ വിശേഷങ്ങളും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ നല്ല സന്തോഷമുള്ള വീഡിയോ ആണ്. അവരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നേരെ വീഡിയോ കാണാം അല്ലേ. ബൈ. ഇതേ കടയൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ഉപ്പുറ സിറ്റി ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളെന്ന് പറയാം. പകുതി കടയൊക്കെ തുറന്നിട്ടില്ല കേട്ടോ, കാണുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നത് മെഷീനുകളൊക്കെ കിടന്നു. ആ മണ്ടയിൽ നിന്നൊരാൾ എന്തോ പണിയുന്നല്ലോ മഴയത്ത്, പെയിൻ്റ് അടിക്കും. അപ്പം ഞാൻ വന്ന് ചെയ്ത് കേട്ടോ. ചെയ്തതിൻ്റെതായ ഒരു വ്യത്യാസവും കാര്യങ്ങളും അറിയാനായിട്ടുണ്ട്. അപ്പം വേണ്ട പത്രമൊക്കെ വായിച്ച് നമ്മുടെ മേഡം ജി ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും അറിയാം, കണ്ടൻ്റെ അമ്മേരെ ശ്യാമളാമ്മേരെ എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പം കുറേ പുരോഗമനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടില്ലായിരുന്നു കയറിയപ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മനസ്സൊക്കെ ഒന്ന് കുളിർത്തിട്ട് വേണം മിഷിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെയും ബട്ടർഫ്ലൈൻ്റെയും മയിലിൻ്റെയും കിളികളെയൊക്കെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വരാൻ തുടങ്ങിയതിനെക്കാട്ടി കൂടുതൽ തന്നെ വെയിറ്റിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, കൊണ്ട് പിന്നെ കാല് കമ്പാനിയോ കാലിന് വെക്കും. അതെ അതെ ലെഗ് തെറാപ്പി ചെയ്യുന്നത്. നമുക്ക് അതറിയില്ല, ഭയങ്കര സൗണ്ട്, ഈ ഓട്ടോയുടെ സൗണ്ടാണ് ഭയങ്കര. ചാവണി ചേച്ചി പിന്നെ വന്നിട്ട് ചെയ്തിട്ട് പോയവരൊക്കെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ടോ? അല്ലേ. പക്ഷേ നമ്മളോട് അവിടുന്ന് പറഞ്ഞ 15 ദിവസം അല്ലേ ഇതിന്റെ. V3 ആവുന്നുണ്ട്. ഞാനിങ്ങനെ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ സൂസമ്മ ചേച്ചിനെ കണ്ടു. അപ്പോൾ സൂസമ്മ ചേച്ചി റെഡി കൊച്ചേ അതെന്തോ അത്ഭുത ഭീഷണ കേട്ടോ. സത്യമായിട്ട് സമാധാനത്തിൽ ഉറങ്ങുന്നുണ്ടെന്ന്. പെട്ടെന്ന് കുറയുന്നുണ്ട്, സുഖമാകുന്നുണ്ട്. നല്ല അഭിപ്രായം അല്ല, അതൊരു നമ്മുടെ ഉപ്പേറെ നല്ലൊരു കാര്യമായി അല്ലേ. അത്യാവശ്യം ആൾക്കാരും വരുന്നുണ്ടല്ലോ. പരസ്യമൊന്നുമില്ല. അറിഞ്ഞും കേട്ടുമൊക്കെ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞാൻ വന്ന് കിടന്നു. ഞാൻ വന്നപ്പോൾ ശ്യാമളാമ്മ ഉണ്ടായിരുന്നു ഇവിടെ. കണ്ണൻ പിന്നെ കട്ടപ്പനയ്ക്ക് പോയിക്കുന്നല്ലേ. ഇതാണ് കേട്ടോ കമ്പാനി എന്ന് പറഞ്ഞാൽ ലെഗ് തെറാപ്പിയുടെ മെഷീൻ മേടിച്ചേക്കുന്നത്. അത് ഞാനന്ന് വന്നുകൊണ്ട് ഇതിപ്പോൾ മേടിച്ചില്ലായിരുന്നു, അത് കഴിഞ്ഞ് മേടിച്ചു കേട്ടോ. ഇതിനും 10-25 രൂപയൊക്കെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നേണ്ട ഒരു ചേട്ടൻ മെഷീനെ കിടപ്പുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മാറ്റ് തുറന്ന് ഇച്ചിരി സമയം ആയതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇനിയിപ്പോൾ ആൾക്കാർ വരാൻ വൈകിട്ടാണ് കൂടുതൽ. കുറവുണ്ട്. നാട്ടിലെ ചൂട് വെച്ച് നോക്കിയാൽ നമ്മളിവിടെ ഒരു ചൂടും ഇല്ല. അതെ. മിഷനെ കയറി 8 മണി വരെ ഉണ്ട്. അടച്ചപ്പോഴോ ആണോ? ആളുണ്ടായിരുന്നു. കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പം വേദനയൊക്കെ പെട്ടെന്ന് മാറി എല്ലാവർക്കും അല്ലേ, ഒരു ആശ്വാസമല്ലേ. വലിയ പൈസയും ഇല്ല, അത്യാവശ്യം നമുക്ക്. അത് തന്നെയല്ലേ, എത്ര മണിക്കൂർ പോയി ഇരിക്കണം. ചീട്ടിന് എടുക്കണമെങ്കിൽ മിഷീനിലോട്ട് ഒക്കെ ഒരു ദിവസത്തെ വരക്കടാ അല്ലേ. ഇതൊരു മണിക്കൂർ കൊണ്ട്. അതെ അതെ അതെ. എല്ലാവരുടെയും വീടുകളിൽ ഇതിപ്പം വാഷിംഗ് മെഷീനൊക്കെ പോണ കാണേണ്ടി വരുമെന്നാ തോന്നുന്നത് അല്ലേ. ഉപകാരപ്രദമല്ലേ അത്രയും.
അതെ അതെ. പക്ഷെ ഇപ്പോൾ തുക കൊണ്ട് എല്ലാം നമുക്ക് സാധാരണക്കാർക്ക് പറ്റത്തില്ല മേടിച്ചെടുക്കാം. പക്ഷെ ഇതൊരു വേറെ ഇപ്പോൾ ഒരു വലിയ കാര്യമായി കേട്ടോ. എന്നാ പറിച്ചിട്ട് പറഞ്ഞാലും ആരുമില്ല. അതെ ഞാൻ ചെയ്യുന്നവർക്കൊക്കെ ഇത് നടുവേദന, കാലുവേദന. അതെ 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 അതെ. പിന്നെ വെരിക്കോസ് വെയിന്. ചേട്ടായി നന്നായിട്ട് ക്ഷീണിച്ചു മിഷീനെ കയറാൻ തുടങ്ങിയ പിന്നെ നന്നായിട്ട് ക്ഷീണിക്കുകയും ചെയ്തു. എൻ്റെ പൊന്നെ അല്ലേ ഉറക്കമില്ലായിരുന്നു, വേദന വേദന. ഇപ്പൊ വേദന പറിച്ചിലില്ല കേട്ടോ, അത്രയും വലിയ വേദന പറിച്ചിലില്ല. ആണോ? വെയിറ്റ് എൻ്റേത് മാത്രമല്ല ഈ വെയിറ്റ് കുറയാത്തത്. എൻ്റെത് അതായിരിക്കും മുട്ടടിക്ക് തന്നെയാണോ എന്നാണോ? എൻ്റെ ദൈവമേ, എൻ്റെത് വെയിറ്റ് കുറയുന്നില്ല. കുറേ ദിവസം അടുപ്പിച്ച് വരാം. അപ്പം നാളെ ഇനി വരാം കേട്ടോ. അപ്പൊ പൊക്കോട്ടെ ഞാൻ. ഓക്കെ. അതെ, നാളെ പോയി മസാജൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. മെഷീനൊക്കെ കയറിയിട്ട് വന്നു. ഇച്ചിരി വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ വലതുവശമൊക്കെ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. എന്നാണോ ആ തുണി തേക്കിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ദേ മഴ ചാറി. ദേഹം ഒന്നും നനഞ്ഞില്ല വലിയതായിട്ട്. ഇത് കണ്ടോ നമ്മുടെ മിറ്റമൊക്കെ നനഞ്ഞ് ഇച്ചിരി കണ്ടോ. രാവിലെ ഞാൻ മിറ്റം തൂത്തിട്ടാണ്, പക്ഷേ അവിടെ ചപ്പായി കണ്ടോ. ഇതുണ്ടോ. അപ്പോൾ എന്തായാലും മുഖം ഞാൻ ഗ്ലാസ് കയറ്റി വെച്ചുകൊണ്ട് വന്നു. ഗ്ലാസ് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കാരണം നമുക്ക് അന്നേരം ബുദ്ധിമുട്ടാണ്, കണ്ണിനൊരു പ്രശ്നം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് പൊക്കി വെച്ചേക്കും. അതുകൊണ്ട് മുഖമൊക്കെ നനഞ്ഞു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത്. ചേട്ടായി പാലൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ കുപ്പിക്കകത്ത് വെള്ളം, എല്ലാവരും പോകുന്നവരൊക്കെ കുപ്പിക്കകത്ത് ഒരു കുപ്പി വെള്ളവും 2 ബെഡ്ഷീറ്റും കൊണ്ടുപോകും കേട്ടോ. ഒത്തിരി പേർക്ക് വേദന കുറഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാര്യമായി കാണാൻ അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. കാലിൻ്റെയും കൂടെ ആണെങ്കിലും അവൻ മേടിക്കുകയൊക്കെ ചെയ്തു. അപ്പം നല്ല ആർക്കാണെങ്കിലും ഒരു ഉപകാരപ്രദമായി കേട്ടോ. ഒത്തിരി നല്ല കാര്യമായി അല്ലേ. ഇപ്പം പെട്ടെന്ന് വേദന വന്നപ്പോഴേ ഓടി അങ്ങോട്ട് ചെന്ന് കൊണ്ണൻ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞെന്നറിയോ, സിന്ധു ചേച്ചി വന്ന് കയറ്, സിന്ധു ആൻറ്റി വന്ന് കയറ്, സിന്ധു ആൻറ്റി വന്ന് കയറ്, പൈസയുടെ ഇത് ഞാൻ മിണ്ടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചേട്ടായ വഴക്ക് പറഞ്ഞു കേട്ടോ. നമ്മളോട് പൈസ അവൻ മേടിക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ചേട്ടായി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു കൺസെഷനിൽ എനിക്ക് ഓഫറാണ് കേട്ടോ. അപ്പം ഞാനേതായാലും അവനെ കൊണ്ട് പറഞ്ഞത് മേടിപ്പിച്ചെങ്കിലും അതെനിക്ക് ഒത്തിരി ഉപകാരപ്രദമായി. വേദനയ്ക്കൊക്കെ ഒത്തിരി കുറവും നല്ലതായിട്ട് കിട്ടിയായിരുന്നു. പക്ഷേ നമുക്കിത് പൂർണ്ണമായിട്ട് അങ്ങ് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ശരീരത്തിൽ ചതവുള്ളവർക്കൊക്കെ ഈ കാലാവസ്ഥ മാറുമ്പോഴും നമ്മൾ കട്ടിപ്പണി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വരും. പക്ഷേ അപ്പോഴും അത് സിറാജ് അവിടെയും പറയുന്നുണ്ട് കേട്ടോ, പൂർണ്ണമായിട്ട് മാറുമെന്നല്ല. നമുക്ക് ഒരു 6 മാസത്തേനോ 5 മാസത്തേനോ ഒരു 10 മാസത്തേനോ ഒക്കെ നമുക്ക് വ്യത്യാസം വരും. അത് കഴിഞ്ഞ് പിന്നെ വേദന വന്നാൽ നമ്മൾ അന്നേരം വീണ്ടും പോയി മെഷീനിലോട്ട് അടുപ്പിച്ചൊരു 7 ദിവസമോ 15 ദിവസമോ ഒക്കെ കയറുക. 15 ദിവസമാണ് അവർ കുറഞ്ഞ ദിവസം പറയുന്നത്. അപ്പം വ്യത്യാസം വരുന്നു. കാരണം നമുക്ക് എന്തൊരു അസുഖം വന്നാലും നമ്മൾ മരുന്ന് കഴിച്ച് മാറി കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ വേറെ അസുഖങ്ങൾ വരികയല്ലേ. അപ്പം നമ്മൾ വീണ്ടും മരുന്ന് കഴിക്കല്ലേ. പക്ഷേ ഇത് മരുന്ന് കഴിക്കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് ദൂഷ്യം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും എനിക്ക് വ്യത്യാസം ഇച്ചിരി നേരം കാണുന്നപ്പോൾ തന്നെ ഒരു വ്യത്യാസം മുണക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിയും പറയായിരുന്നു അടുപ്പിച്ച് കുറച്ച് ദിവസം വാമാന എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ നാളെയും പോകണം. അടുപ്പിച്ചൊരു കുറച്ച് ദിവസം പോയി ഒരു 5 ദിവസമെങ്കിലും അടുപ്പിച്ച് പോയി ചെയ്യണം. അതിന് മുമ്പായിട്ട് തൊഴിലുറപ്പ് പണി തുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയി കാപ്പി കുടിക്കാതെ പോയി കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇന്നേ മെഷീനെ കയറാൻ പോയിട്ട് വന്നപ്പോൾ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടയുടെ കടയിലോട്ട് പോയപ്പോഴത്തേനും കണ്ടപ്പോൾ മേടിച്ചാണ്. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പിന് ചെന്നപ്പോൾ നമ്മുടെ എൻ്റെക്ക് ഒരു ഫ്രണ്ടുണ്ട് സിന്ധുവും രഞ്ജുവും എല്ലാം ഇടുന്നത് ഇങ്ങനത്തെ ഷൂ ആണ്. ഞാൻ മാത്രം ചെരുപ്പിടുന്നത്. അപ്പം ഇങ്ങനത്തെ ഷൂ ഇടുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നഖത്തിനും കാലിനും ഒക്കെ സേഫ്റ്റി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ നഖത്തിന് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഷൂ ഒന്നും ഇടാതിരുന്നത്. പക്ഷേ നല്ല ഷൂ ആണ്. ഞാൻ BKCയുടെ അടി ഞാൻ ആ സുന്ദരിയുടെ അടുത്തുള്ള കടയിൽ നിന്നാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു മിഷനുണ്ടാക്കി സൗണ്ട് മിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സൗണ്ടാണ്. അപ്പം ഞാൻ സിന്ധുവിൻ്റെത് ചെറുതായിട്ട് കാലം കയറ്റി നോക്കി. ഇപ്പോഴത്തേനും എനിക്ക് കയറുന്നില്ല. എൻ്റെ കാലിന് അവളുടെ കുഞ്ഞു കാലം. അപ്പോൾ ഈ സൈസ് ഞാൻ നോക്കി. ഇപ്പോൾ 7 സൈസ്, ഇതേ 8 സൈസ് ഉണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടപ്പോൾ എന്നാൽ ഓർത്ത് മേടിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ കൈയോടെ മേടിച്ചു. 200 രൂപ കേട്ടോ. തൊഴിലുറപ്പിന് പോകുമ്പം നമുക്ക് സേഫ്റ്റി ആണെന്ന് പറഞ്ഞു, ഇങ്ങനെ മഴക്കാലത്തൊക്കെ ആണേലും. അപ്പോൾ എന്തായാലും തൊഴിലുറപ്പ് ഇനി വിടാനായിട്ട് ഉദ്ദേശമില്ല. നമുക്ക് എന്താ പറയുന്നത്, പണി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. യൂട്യൂബ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു സമയത്ത് നമ്മളെ ഓരോ രീതിയിൽ വരുമാനം കൊണ്ടും ഒക്കെ പറ്റിയെന്ന് പറഞ്ഞാലും എപ്പോഴും നമുക്കത് കിട്ടണമെന്നൊന്നും ഉറപ്പൊന്നുമില്ല, ശരിയല്ലേ. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യൂസ് കുറവാണ്. യൂട്യൂബിൽ നിന്നും വലിയ വരുമാനമൊന്നും കിട്ടത്തില്ല. അപ്പം എന്തായാലും കിട്ടുന്ന പണിക്ക് പോകണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഒന്നുകൂടെ ഒരു 10-12 ദിവസം ഉണ്ടെങ്കിലും പണി കാണുമായിരിക്കും.
അപ്പോൾ ഇട്ടുകൊണ്ട് പോകാം. പിന്നെ പണി തുടങ്ങുമ്പോഴും ഇട്ടുകൊണ്ട് പോകാമല്ലോ. പക്ഷേ ഇത് എനിക്ക് എത്ര കണ്ട് വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കാലിന് എന്തായാലും ഇട്ടൊക്കെ ഒന്ന് നോക്കാം അല്ലേ. ഞാൻ ഇട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കാം. അവിടെ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു കാലം കയറ്റി നോക്കി. അതിന് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇട്ടിട്ട് ഊരി പോകാൻ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടായി കൊടുത്തു വിടുന്നു. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഞാൻ കൊണ്ട് തരത്തില്ല കേട്ടോ, ഞാൻ കൊണ്ട് തരത്തില്ലെന്നൊക്കെ ചേട്ടായി പറഞ്ഞു, കളിയാക്കി. പക്ഷെ ചേട്ടായി കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഊരി പോകുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു ഷൂ മേടിച്ചായിരുന്നു. പക്ഷേ അത് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലം ഊരിപ്പോകും. അമ്മൂൻ്റെ കുഞ്ഞു കാലമായിട്ട് ഒരുപാട് ഊരി പോകുന്നില്ല. അമ്മു അത് ഇവിടെ വരുമ്പോൾ കുറച്ച് ദിവസം ഇട്ടത് 2-3 ദിവസം ആട്ടിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാവും നടന്നില്ല. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ നിങ്ങളെ കളിയാവേ. പണ്ട് വീട്ടിലെ കോഴിക്കുഞ്ഞുണ്ടാകുമ്പോഴേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ വിരലിനൊക്കെ ഞാൻ എടുക്കുമെന്ന് അറിയത്തില്ല. സോക്സ് ഇട്ടിട്ട് ഇടണമെന്ന് പറഞ്ഞു. ഊരി പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഊരി പോവോ? അവരുടെ ഒന്നും എല്ലാവരും അതെ കേട്ടോ. പ്രായമുള്ള എല്ലാവരും തന്നെ ഇതായിടുന്നേ. കുറച്ച് ദിവസം ഒരു ഇച്ചിരി ഇത് കാണും. അത് കഴിയുമ്പോൾ മാറിക്കോളൂ എന്നൊക്കെ പറയാം. എന്തിനാവോ ഞാനത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഊരി പോയെന്ന് തോന്നുന്നു സോക്സ് ഇടുമ്പോഴേ. അപ്പൊ ഇത് തന്നെ ഇരിക്കട്ടെ. ഇച്ചിരി ലൂസ് ഉണ്ട്, എന്നാലും വെള്ളമെല്ലാം കൂടെ ഇറിയിരിക്കാതിരുന്നോളൂല്ലോ. അപ്പൊ കുഴപ്പമില്ല, സെറ്റ്. ഇച്ചിരി വലുപ്പം കുണ്ടുപോണക്കൊക്കെ തോന്നുന്നു പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഇട്ടിട്ട് ഒന്ന് ഇതാക്കണം. ഇത് നല്ലതാണ് കേട്ടോ. വലിയ ഓവർ വിലയുടെ എന്നാൽ കാലിന് വലിയ പ്രശ്നം ഇല്ലാത്ത സൈസാ. സിന്ധുവിന്റെ ജോക്ക് ഇതായിട്ടേക്കുന്നത്. എല്ലാവരും തന്നെ ഷൂ ആണ് കേട്ടോ കൂടുതലും പേര് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ കാലിന് നല്ലതാണെന്ന് പറഞ്ഞോണ്ടേ. അപ്പം ഇതാണ് ഞാൻ മേടിച്ച സാധനം നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ചിലരൊക്കെ ഉണ്ടല്ലോ തൊഴിലുറപ്പിനോ ഇപ്പം ഇന്ന് ഞാൻ അവിടെ നിന്ന് ഇത് തൊഴിലുറപ്പിന് പോകുമ്പോൾ ഇടാനെന്ന് പറഞ്ഞ് കാലയിൽ ഇട്ട് നോക്കിയിട്ട് മേടിക്കുന്നത് കണ്ടപ്പോഴത്തേനും അവിടെ നിന്ന് ബസ് കയറാനൊക്കെ നിന്ന് ഒരു 2-3 ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് പരിചയമൊന്നും ഇല്ലാത്തവരൊക്കെയാണ്. തൊഴിലുറപ്പിനെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഒരു തൊഴിലുറപ്പിനോ എന്നുള്ള ഒരു ഭാവത്തിൽ, ഒരു പുച്ഛഭാവത്തിൽ നോക്കുന്നമാതിരി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷേ ഏതൊരു ജോലിക്കും അതിൻ്റേതായ ഒരു ഇതുണ്ട്. എന്ത് പണിക്കാണല്ലോ നമ്മൾ കക്കാനും പിടിച്ചു പറിക്കാനും കൊല്ലാനും എന്നാ പറയുന്നത് വേറെയുള്ള ചീത്ത രീതിയിലൊക്കെ കാശുണ്ടാക്കാനും ഒന്നും നോക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനകത്ത് അഭിമാനം തന്നെ, അന്തസ്സ് തന്നെ. അതിനകത്ത് എനിക്ക് ഒരു കുറച്ചിലും ഇല്ല കേട്ടോ. അതിപ്പോൾ ഒരു അടുക്കളപ്പണിക്ക് പോയെന്ന് പറഞ്ഞാലും എനിക്ക് അഭിമാനമുള്ളൂ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കാശ് മേടിച്ച് ഫുഡ് അടിക്കുന്നതിനകത്ത് ഒരു അന്തസ്സും അഭിമാനമാണ്. ശരിയല്ലേ? അത് ഏത് പണിയായിക്കോട്ടെ. ചിലർക്ക് ഒരു ധാരണ ഉണ്ട്, ആ പണിയോ ഈ പണിയോ മറ്റുള്ളവർ എന്നാ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ചാൽ നമ്മുടെ കടങ്ങളും കാര്യങ്ങളും വിടുമോ? നമ്മൾ വരുത്തി വെച്ച കടങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു സ്വത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കണമെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് എന്ത് പണിയാണോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിദ്യാഭ്യാസത്തിനനുസരിച്ചും ചിലപ്പോൾ ഇപ്പം വിദ്യാഭ്യാസത്തിനനുസരിച്ചും നമുക്ക് ജോലി കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. എത്രയോ ആൾക്കാർ പഠിച്ച് ജോലി ഇല്ലാണ്ടിരിക്കുന്നു. നിസ്സാരം നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു കടകളിലൊക്കെ നിൽക്കുന്നതൊക്കെ എനിക്കറിയാം. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തൊരു പണിയാണെങ്കിലും അന്തസ്സായിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം അല്ലേ? ഓരോ പണിക്കും അതിൻ്റെതായ അഭിമാനമുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഒരു ശരിക്കും എന്തിനായി അനുവദിക്കേണ്ടമാരെല്ലാം കൂടെ വന്നിട്ടേ കൊള്ളാം എന്ന് പറഞ്ഞോട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞോടിക്കുക. എന്നെ അറിയത്തില്ലാത്ത ഉപ്പേറെ ആരാ ഉള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ചേട്ടായിയുടെ കടയിലാവട്ടെ അവരെല്ലാവരും കൂടി നിന്ന് പറയുമ്പോഴത്തേക്കും ബസ് കയറാണ്ട് നിന്നാണ് വളകൊണ്ട് ആ പാത്രങ്ങളിൽ പോകുന്നവരായിരിക്കും കേട്ടോ. പരിചയമില്ലാത്തവരവർ അവരെന്നെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമേ ഇവരോ തൊഴിലുറപ്പിനോ എന്നുള്ള രീതി ഒരു സത്യമായിട്ട് ഒരു ഭാവവ്യത്യാസി. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിൽ തോന്നി, ദൈവമേ തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ വലിയ ചിലർക്കൊക്കെ ഒരു നാണക്കേട് മാരിയൊക്കെ ഉള്ള പണിയാണ്. പക്ഷെ ഒന്നുമല്ല, അന്തസ്സുള്ള പണിയാണ്, അഭിമാനമുള്ള പണിയാണ്. അത് ഏതൊരു പണിക്കും അതിൻ്റെതായ അന്തസ്സും അഭിമാനം കാണുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അല്ല, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആവത്ത് കാലത്ത് കാവത്ത് തിന്നാൻ. നമുക്ക് ആരോഗ്യമുള്ളപ്പോഴേ പണി ചെയ്ത് ജീവിക്കുന്നതിനകത്ത് ഒരു അഭിമാനക്കേട് നോക്കേണ്ട കാര്യമില്ല കേട്ടോ, എൻ്റെ അഭിപ്രായം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പിന് പോയ അത്രയും ദിവസം ഉണ്ടല്ലോ എനിക്കൊരു അസുഖം ഇല്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ പറയാം, ഒരു അസുഖമില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും കൂടെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നടക്കുമായിരുന്നു. ഒരു വേദനയില്ലായിരുന്നൊന്നുമില്ല. ആ സമയത്ത് ഈ പ്രാവശ്യം എനിക്ക് തൃശ്ശൂരൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ പുറകോശം ഇച്ചിരി ഒന്ന് റെഡിയാക്കി. ഒരു ദിവസം ഫുൾ പണി പറമ്പില്ലേ, ഒരു ദിവസം ഒരു 10:45-10:30 കഴിഞ്ഞപ്പോൾ തുടങ്ങി ഒരു 2:30 വരെ തുണിയും തയ്ച്ചു.
ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് അനങ്ങാനും മേല മിനുങ്ങാനും മേല, ഭയങ്കര വേദന. അതാണ് ഇന്ന് ഞാൻ മിഷനെ കയറാൻ പോയത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്നറിയോ, തൊഴിലുറപ്പിന് പോയിട്ട് ശരിക്കും തുമ്പ എടുത്ത് കിളയ്ക്കുന്ന പണിയൊക്കെ ചെയ്തു. പക്ഷെ എല്ലാവരുടെയും കൂടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ ആ മലയൊക്കെ കയറിപ്പോയപ്പോൾ എനിക്ക് ഒരു രോഗമില്ലായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന് അങ്ങനെ ഒരു ഇത് മൈൻഡിലോട്ട് നമ്മുടെ മൈൻഡും ഒക്കെ ഒരു ഇതായി പോകും, ഡൗൺ ആയി പോകും. നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഉള്ള സമയത്ത് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് എല്ലാവരുടെയും കൂടെ കൂടി ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഒരു ഭയങ്കര സന്തോഷം തന്നെയുള്ള കാര്യമാണ്. ശരിയല്ലേ? അതുകൊണ്ട് തൊഴിലുറപ്പിന് നമ്മൾ മസ്റ്റായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ, ആകുന്ന എത്രയും കാലം. അപ്പോൾ എന്തായാലും ഒരു ഷൂ മേടിച്ചുകൊണ്ട് ഇത്രയും കഥകൾ പറഞ്ഞില്ല, അല്ല ഇത്രയും കഥകളല്ല, അവരെന്നെ നോക്കിയതൊരു അയ്യോ ഇവർ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീയാണോ എന്നുള്ള രീതിയിലൊരു പുറ്റം ഒരു കളിയാക്കുന്ന രീതിയിലേ. ചിലപ്പോൾ അവർക്ക് ആരുടെ വീട്ടിലും വലിയ നിവൃത്തിയും കാര്യങ്ങളും ഉള്ളവരായിരിക്കില്ല. പക്ഷേ ചിലരുണ്ടല്ലോ കഞ്ഞി വെക്കാൻ നിർവാഹം കാണത്തില്ല, എന്നാലും കൊമ്പത്തെ പള്ളു ഇറക്കിക്കൊണ്ടിരിക്കും. സത്യം, ഇത് കുറ്റം പറയല. നമുക്ക് പണി ചെയ്താലേ നാളത്തേന് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഉള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉള്ളൂ എന്നൊക്കെ കരുതുന്നവർ ഇങ്ങനെ അങ്ങനെ നാണക്കേടും ഇതൊന്നും വെച്ചോണ്ടിരിക്കുകയല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. വരുന്നെന്ന് നിന്റെ ഭാര്യയോടൊന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും കപ്പളങ്ങ പഴം, തണ്ണിമത്തൻ പഴം, ചോറ്. എന്റെ മോനെ വെറൈറ്റി. അല്ലേടി നീ കറി എടുത്തോണ്ട് വെക്കാത്ത 2-3 കറിയുടെ പേര് ചിപ്പിമോള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് വേണോന്ന്, ഡയറ്റ് മാറ്റിന്ന്. അപ്പൊ കറി ഒന്നും കൊണ്ടിരുന്നില്ല. ഇതെന്നാ സാധനം അടി പാവയ്ക്കത്തോട്ടോ, ക്യാബേജോ, മീൻകറി, നല്ല പറഞ്ഞ കറിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. പിന്നെ ഒരു സംഭവം, വേറൊരു സംഭവത്തിന്റെ പേര് പറഞ്ഞാൽ എന്നെ കാണിച്ച് കൊതിപ്പിച്ച് നീയൊക്കെ വെള്ളം ഉണ്ടോടി ഇവിടെ. അയ്യോ മതി. അപ്പൊ ചിപ്പി ചുമ്മാ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചേട്ടാ പോത്ത് ഫ്രൈയും ഉണ്ട്, പക്ഷെ വേണ്ട, ഒന്നും കണ്ടിട്ട് ഞാൻ വീഴുന്നില്ല. ഇതൊക്കെ തന്നെ. ഇല്ല വീഡിയോ ഓഫ് ആക്കി കഴിയുമ്പോൾ നിന്റെ മകളല്ലേ സാരം വിളിച്ചു പറയും. എന്റെ ആങ്ങളെ ചിലപ്പോ പറയടി നീ ഇച്ചിരി തിന്നോ, ഞങ്ങൾ പറയത്തില്ല. പക്ഷെ ഇവളെ സാധനം അതല്ല, ഇവിടെ വിളിച്ചു പറയും. കിച്ചുക്കുട്ടൻ പഠിക്കുവായിരുന്നു കേട്ടോ. വിളമ്പിയില്ലേ? എടുത്തോണ്ട് കൊടുക്കുക. നീ ഇവള് തിന്നുന്നില്ലേ? സിന്ധു തിന്നുന്നില്ലേ? കറിയോ കേരക്കറിയോ? ഓലക്കുട വേണ്ട എന്റെ പൊന്നു. ഒറ്റപ്പാത്രം കപ്പളങ്ങാപ്പഴം തിന്നത് കാണിക്കാനിന്ന് പറഞ്ഞ അവളെന്നെ തെറി പറയുന്നുണ്ട് കേട്ടോ. നിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാ. കഴിഞ്ഞ ദിവസം മറ്റേ ചെറുമാരിയുള്ള ഒരു ഉടുപ്പ് പിടിച്ചോണ്ട് തന്നിട്ട് ഇതെവിടുന്ന ഇതിന്റെ ലിങ്ക് അയച്ചു തരാൻ ആരാണ്ടൊക്കെ ചോദിച്ചു. അതെന്റെ അമ്മായിയുടെ വെപ്രാശത്. അപ്പൊ കപ്പളങ്ങാപ്പഴം ഇത്ര നിർത്തി, ഇതിൽ കൂടുതൽ പറ്റത്തില്ല. തണ്ണിമത്തനെക്കാട്ടി എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടു. നല്ല മധുരവാ. ഭയങ്കര പ്ലാനിങ്ങാ. ഇപ്പൊ എല്ലാവരുടെയും മിറ്റം കാണുമ്പോ ഇപ്പൊ തന്നെ തറയോട് ഇടണോന്നൊക്കെ ഒരാഗ്രഹം. അപ്പൊ എല്ലാരും പ്ലാൻ പറഞ്ഞു മുഖം പത്തി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വലിയ പ്ലാൻ പറഞ്ഞത് എല്ലാം മുഖം പൊത്തി പിടിക്കുന്നുണ്ട്. അപ്പം ദൈവം പെട്ടെന്ന് തന്നെ തറയോടൊക്കെ ഇടാൻ പറ്റട്ടെ. അപ്പത്തേനും വീടിന്റെ ലുക്ക് തന്നെ മാറും. സത്യം അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോ ഒരു ഭയങ്കര ഐശ്വര്യല്ലേ അല്ലേ വഴിയിൽ നിന്ന് വരുമ്പോ? അല്ലേടി? എന്താ ഇപ്പൊ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നടക്കട്ടെ കേട്ടോ. പാഴ്സലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാ കൊറോണയോ? അവര് വേറെ അടുത്ത പ്ലാനൊക്കെ പറയുവാ. എന്നേലൊക്കെ പറ, ഓരോ വണ്ടികളുടെയൊക്കെ പേരുകൾ പറയുക. ഇതൊക്കെയാണ് തള്ളയുടെയും മക്കളുടെയും പരിപാടികൾ. ഇതൊന്നും എനിക്കറിയത്തില്ല, ഒന്നിന്റെ പേരും അറിയത്തില്ല. എനിക്കറിയാവുന്ന ഒരു വണ്ടിയുണ്ട്, താറ്. അയ്യോ അതറിയാം, ഡിയോക്കൂട്ടൻ. അതറിയാം, ഡിയോക്കൂട്ടൻ. അപ്പൊ പോവാ കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഒന്നും പറയാനില്ലേടി ചിപ്പിക്ക്? കിച്ചുനൊന്നും പറയാനില്ലേടാ? പരീക്ഷ ഇന്ന് ഞാൻ വന്നതുകൊണ്ട് കിച്ചുവിന് കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആണോ? പാവം കൊച്ചെന്ന് പറയുന്ന ഒരു സിനി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സിനി ആയില്ലേ പോയെന്നറിയത്തില്ല. ചിപ്പിക്കുട്ടി പാവം, ചിപ്പിക്കുട്ടി പാവം എന്ന് പറഞ്ഞ എപ്പോഴും സിനി നല്ല കമന്റ് ഭയങ്കരമായിട്ട് ചിപ്പിനെ ഭയങ്കര ഇഷ്ടത്തിൽ പറയും. അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ സിനി
പക്ഷെ എന്നാണോ സിനിന് ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ല, വല്ല ജോലിയുടെ ഇതാണോ അതോ എന്തോ തിരക്കോ കാര്യങ്ങളാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും എല്ലാരും ഇട്ടോ കേട്ടോ, അവർക്ക് സന്തോഷമാകുന്നുണ്ടെന്നാ പറഞ്ഞെ. എന്നാ പോവാണേ. അപ്പം ഇന്നത്തെ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഞാനിനി എന്നാ പറഞ്ഞേ, എനിക്കൊരു ചെറിയ ഇച്ചിരി പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് വലിയ കട്ടിപ്പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ ആൽമരത്തിൻ്റെ അവിടെ അമ്പലമുണ്ട്, നമ്മുടെ ഇവിടെ ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. നാളെ ആഴിയിലെ ഇറക്കമൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജായിപ്പോയി. അല്ലാതെ ഞാൻ നിങ്ങളെ അതെല്ലാം കവർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അസോസിയേഷൻ്റെ പിന്നെ സാറൊക്കെയാണ് അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ. ഇന്നലെ ചേട്ടാടിയിൽ നമ്മുടെ പൂജ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ പോസ്റ്റ് ഓഫീസിലെ വനജ ചേച്ചി കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി ചേട്ടാടി പ്രസാദം കൊടുത്തിട്ട് പോയി കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പായസം. പക്ഷെ അമ്പലത്തിൽ പോയി നമുക്ക് കൂടാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല ഈ പ്രാവശ്യം. അതുകൊണ്ടൊരു ഭയങ്കര വിഷമായി പോയി. കഴിഞ്ഞ പ്രാവശ്യം ആഴിയർക്കൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ലായിരുന്നോ? അത് നാളെയാണ്. ഇന്ന് രാവിലെ നമ്മുടെ തയ്യൽ ഉഷേച്ചി വിളിച്ചു, എടി വെച്ചാൽ നാളെ ആഴിയർക്കൊക്കെ കേട്ടോ, നമുക്ക് വൈകിട്ട് കാണാൻ കേട്ടോ അമ്പലത്തിൽ വെച്ചെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അല്ലാതെ അതുകൊണ്ട് ഞാൻ വീഡിയോക്കകത്തൊക്കെ കാണിച്ചേനെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്നാലും നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ഇത്രയും തൊട്ടും വിട്ടത്തുള്ള ഒരു അമ്പലത്തിൽ പരിപാടി ഉത്സവം വെച്ചിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം നീറ്റിലും ഒക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു കുഞ്ഞു വിഷമങ്ങൾ വന്നെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ എനിക്ക് ഉറപ്പാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ചിന്തിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്ക് നമ്മൾ തന്നെയും കൂടെ ഒക്കെ ഇരിക്കുമ്പോഴത്തേനാണ് നമുക്ക് ഈ മനപ്രയാസമൊക്കെ വരുമ്പോഴത്തേനാണ് ഈ വേദനയും കാര്യങ്ങളൊക്കെ കൂടുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എല്ലാം ഒരു കറക്റ്റ് ടൈമിങ്ങിൽ ടൈം ടേബിൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ലെന്നേ. സത്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവരോട് ഒന്ന് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ടാറ്റാ. ഞാൻ എന്നെ അവിടെ നോക്കുന്നതെന്ന് അറിയാമോ? അവിടെ ഒരു കുറച്ച് സമയമായി ഒരു കുഞ്ഞു പൂമ്പാറ്റ വന്നിട്ടേ ആ ഫ്ലാസ്കിൻ്റെയും ചെക്കിന് ഞാൻ അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടില്ലേ, അതിൻ്റെ എല്ലാം ആ പരിസരത്ത് കിടന്ന് കറങ്ങുന്നത്. അതാ ഞാൻ ഇച്ചിരി 2 പ്രാവശ്യം അങ്ങോട്ട് നോക്കിയത് കേട്ടോ. നല്ല ഭംഗിയുണ്ടോ, കുഞ്ഞാണ്. പക്ഷെ അത് കളറൊക്കെ കണ്ട ആ ചീമനെല്ലിക്കൊക്കെ ഞാൻ അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടില്ലേ, ആ കളറൊക്കെ കണ്ടോ. അത് അത്രയും ചുറ്റുവട്ടം കിടന്ന് കറങ്ങും. ആ ചേട്ടനിൽ ഞാൻ തുറന്നിട്ടേക്കാണ്, അതിനകത്തോടെ കയറി വന്നതാന്ന് തോന്നുന്നു. അപ്പം ചേട്ടാ.